എൻ്റെ മദിരാശി അനുഭവം എന്നുള്ളത് ആ നഗരത്തിൻ്റെ അനുഭവം എന്നതിലധികം ഒരു മലയാളത്തിലെ ആധുനികതയുടെ പത്രപ്രവർത്തനം, സിനിമ, നാടകം, സാഹിത്യം, അതിനോടൊക്കെ ബന്ധപ്പെട്ട മോഡേണിസത്തിൻ്റെ ഒരു പ്രതിരൂപമായിട്ട് അന്ന് ഞങ്ങൾ കണ്ടിരുന്നത് ഗോവിന്ദൻ. ആ ഗോവിന്ദൻ്റെ കൂടെയുള്ള ആശയ സംവേദനത്തിൻ്റെ, ഞാനധികം വർത്തമാനം പറയുന്നില്ല, ഞാൻ ചോദിക്കുന്നില്ല, ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഗംഗാരൻ സംസാരിക്കും, ചിലപ്പോൾ എഡ്ജി സംസാരിക്കും, അല്ലെങ്കിൽ വേറെ ആരും സംസാരിക്കും, അല്ലെങ്കിൽ ഇതൊന്നുമില്ല അദ്ദേഹം സംസാരിക്കും. ഞാൻ ഒറ്റയ്ക്ക് അപൂർവം അവിടെ പോയിട്ടുള്ളൂ, ഗംഗാരൻ മാഷ കൂടെ പോകും. പക്ഷെ അതുകൊണ്ട് വേറൊരു ഗുണം എനിക്കുണ്ടായി. പിന്നെ ഗോവിന്ദൻ കോഴിക്കോട്ട് വരുമ്പോഴൊക്കെ എനിക്കൊരു കത്ത് വരും. അദ്ദേഹം അങ്ങനെയാണ് അഡ്രസ്സ്, എല്ലാവരുടെ കത്തിലും ഏത് കത്തിലും അഡ്രസ്സ് ആദ്യം മുകളിൽ എഴുതും. തീയതി എഴുതിയിട്ട് പ്രിയപ്പെട്ട കാരശ്ശേരി, ഞാൻ ഇത്രാം തീയതി ഇന്ന ആഴ്ച കോഴിക്കോട്ട് വരുന്നുണ്ട്, കിഡ്സൺ ഹോട്ടലിലുണ്ടാവും എന്നവിടെ ഹോട്ടൽ കിഡ്സൺ ഉണ്ട്. അപ്പോൾ ഈ കത്ത് കിട്ടിയാൽ ഗോവിന്ദൻ്റെ സംഘത്തിലൊരാളായി എന്നാണ് അതിൻ്റെ അർത്ഥം. ആ സംഘത്തിനൊരു പേരുണ്ട്, ആ പേര് ചങ്ങാതം എന്നാണ്. ചങ്ങാത്തം എന്നല്ല, ചങ്ങാതം. അതിനൊരു പ്രത്യേക ആശയമോ ഒരു പ്രത്യേക രാഷ്ട്രീയമോ ഒരു പ്രത്യേക മതവിശ്വാസമോ ഒന്നുമില്ല. അതിപ്പോൾ ഗോവിന്ദനൊരു ഗുരു ആണെന്ന് ഒരിക്കലും ഭാവിച്ചിരുന്നില്ല, അതേ ആരെയും ശിഷ്യപ്പെടുത്തിയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു സൗഹൃദ കൂട്ടായ്മയാണത്, ആണ് ചങ്ങാതം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പല ചർച്ചകളുണ്ട്. അതിൽ ചിലതൊക്കെ പുസ്തകമായിട്ട് വന്നിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ അഴിമതി, അധികാരം, വർഗീയത എന്നുള്ള പുസ്തകം ഈ തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, ഇപ്പോൾ എറണാകുളത്താണെങ്കിൽ അത് പി കെ റഹീം, അദ്ദേഹം മരിച്ചുപോയി. അങ്ങനെ എ എൻ നമ്പ്യാർ, അങ്ങനെ കുറേ ആളുകളുണ്ട്. ആ സംഘത്തെയാണ് കെ പി അപ്പൻ പിൽക്കാലത്ത് പവിത്ര സംഘം എന്ന് വിളിച്ചത്. അതിനെപ്പറ്റി വലിയ വിമർശനമുണ്ട്. ടി കെ രാമേന്ദ്രൻ അതിന് കൊടുത്ത വിമർശനം, അതിന് കൊടുത്ത പേര് എം ഗോവിന്ദൻ്റെ പ്രതിലോമ പാഠശാല. കാരണം കമ്മ്യൂണിസത്തോടു കൂടി മനുഷ്യചിന്ത അവസാനിച്ചു എന്ന് വിചാരിക്കരുത്, ഇതാണ് ഗോവിന്ദൻ്റെ ഒരു നിലപാട്. മാർസ് എന്ന മനുഷ്യസ്നേഹി എന്നുള്ള ലേഖനം എഴുതിയ ഗോവിന്ദനാണ്. മാർസിനെ അങ്ങേയറ്റം കൊണ്ടാടുന്ന നല്ല ലേഖന, 40 പേരിൽ സുദീർഘമായ ലേഖന. അപ്പോൾ സ്വല്പം ചിന്തിച്ചാലെന്ത് എന്നുള്ള ഒരു പുസ്തകം ഗോവിന്ദൻ്റെ ഉണ്ട്. എം ഗോവിന്ദൻ്റെ ഉപന്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കളക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ചിന്തകനെ അടുത്ത് പരിചയിച്ചത് ഗോവിന്ദനെ. ചിന്തകൻ എന്ന് പറയാൻ നമുക്ക് നേരത്തെ അധികം ആളൊന്നുമില്ല. അതിലിപ്പോൾ ഒരാളുള്ളത് കേസരി ബാലകൃഷ്ണപിള്ള. അദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തിൽ വരുന്ന 2 ആൾക്കാരാണ് ഗോവിന്ദനും സി ജെ തോമസും. അപ്പോൾ ഗോവിന്ദൻ കമ്മ്യൂണിസത്തിന് എതിരാണ് എന്നുള്ളത് കൊണ്ട്, അവിടെ ചിന്ത അവസാനിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട്, മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ വളർച്ച മാസനോട് തീർന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഒന്നിനെ അതിനെ വിമർശിക്കും. അപ്പോൾ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന സി ജെ തോമസ് പിന്നീട് കമ്മ്യൂണിസത്തിൻ്റെ വലിയ ശത്രുവായി. വിമോചന സമരകാലത്ത് സാംസ്കാരിക രംഗത്തിന് നേതൃത്വം സി ജെക്കാണ്. അതിൽ ഗോവിന്ദനുണ്ടെന്നൊരു ആരോപണമുണ്ട്. അതുകൊണ്ട് ഗോവിന്ദൻ CIA ഏജൻ്റാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പ്രചരിപ്പിച്ചിരുന്നു. ഇപ്പോഴും അവർ പലരും അത് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് CIA പണം കിട്ടുന്നുണ്ട് എന്നൊരു ആരോപണം ഉണ്ടായി. അദ്ദേഹം എത്ര പരിമിതമായ രീതിയിലാണ് ജീവിച്ചതെന്ന് എനിക്ക് അടുത്തറിയാം. അദ്ദേഹം എപ്പോഴും കിട്ടുന്നത് വാരിത്തിന്ന്, കിട്ടുന്ന ബസ്സിന് വാഞ്ഞു കയറി അങ്ങനെ പോരുന്ന ഒരാളാണ്. അതുകൊണ്ട് ആദ്യകാലത്ത് എനിക്ക് മദിരാശി എന്ന് പറഞ്ഞാൽ ഗോവിന്ദനാണ്.